വാട്സപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഏതൊരു ഫോൺ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഈ ഒരു വീഡിയോ കാണുന്നവർ ഇതുവരെ വാട്സപ്പ് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എന്താണെന്നല്ലേ, വാട്സപ്പിൻ്റെ അകത്തോ ഇനി ഏത് മെസ്സഞ്ചറിൻ്റെ അകത്തോ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു മെസ്സേജിനെ വളരെ മനോഹരമായിട്ട് തന്നെ ഇതുപോലെ സ്റ്റൈലായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മുകളിലായിട്ടൊരു പോപ്പപ്പ് മെസ്സേജ് പോലെ ഒരു ഐക്കൺ വരും. അതിൻ്റെ അകത്ത് നമുക്കിഷ്ടമുള്ള കുറേ സ്റ്റൈലുകൾ ഇവിടുന്ന് തിരഞ്ഞെടുത്തിട്ട് നമ്മുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, അതിനുശേഷം മാത്രം ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനു മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ആപ്ലിക്കേഷന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്, അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബ്ലൂ വേർഡ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ കാണാൻ സാധിക്കും. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് തന്നെ ഇവിടെ നമുക്ക് കുറച്ച് പെർമിഷനുകൾ അലോ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് താഴെ കാണുന്ന ഈ പെർമിഷൻസ് ഒന്ന് അലോ ചെയ്യുക. ആവശ്യമുള്ള പെർമിഷനുകളൊക്കെ അലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പോപ്പപ്പ് മെസ്സേജ് കാണാൻ സാധിക്കും. സ്ക്രീൻ ഓവർലി പെർമിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ ഇവിടെ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് താഴെ കാണുന്ന ആക്സെപ്റ്റ് ബട്ടൺ അമർത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നാലാമതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നേരെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു പെർമിഷൻ നമ്മളൊന്ന് അലോ ചെയ്ത് കൊടുക്കാനുണ്ട്. ആ ഒരു പെർമിഷൻ നമ്മളൊന്ന് അലോ ചെയ്തിട്ട് പിറകിലേക്ക് വരിക. പിറകിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു പോപ്പപ്പ് മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വീണ്ടും നമുക്കൊരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് താഴെ കാണുന്ന ആക്സെപ്റ്റ് ബട്ടൺ അമർത്തുക. ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ താഴെയായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ നേരെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതിന്റെ പെർമിഷൻ ഒന്നുകൂടെ അലോ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയായിട്ട് കാണുന്ന ഈ ഒരു ഓക്കെ ബട്ടൺ അമർത്തുക. ശേഷം പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷന്റെ ഇൻസ്റ്റാളേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വഴിയാണോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് സാധാരണ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് പോലെ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷന്റെ ഐക്കൺ ആണത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത സമയത്ത് ആ ഒരു ഐക്കൺ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ സ്റ്റൈലിലുള്ള കുറേ ടെക്സ്റ്റുകൾ കാണാൻ സാധിക്കും. നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റുകളെ ഈ ഒരു സ്റ്റൈലിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണോ വേണ്ടത് ആ ഒരു സ്റ്റൈലിൽ നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റ് താഴെ മാറി വരുന്നതായിരിക്കും. ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കൺ അമർത്തിയിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് സ്റ്റൈലാണോ വേണ്ടത് ആ ഒരു സ്റ്റൈൽ നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ സെൻഡ് ചെയ്യാം. ഇതിൽ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു സ്റ്റൈല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു എനേബിൾ ബട്ടൺ ഉണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള സ്റ്റൈലിലുള്ള ഈ ടെക്സ്റ്റുകൾ വരുന്നതായിരിക്കില്ല. നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് വരത്തുള്ളൂ. ഈ ഒരു ഐക്കൺ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇത് എനേബിൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സ്റ്റൈലിലേക്ക് ആ ഒരു ടെക്സ്റ്റിനെ മാറ്റാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.